നമ്മൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണ് ഇതിൻ്റെ ഒന്നും ചുവടുകൾ കിളക്കാൻ പാടില്ല. അത് വേരിനെ പെട്ടെന്ന് ബാധിക്കും. എങ്ങനെയൊക്കെ നമ്മൾ സാധാരണ പഴയ പഴമക്കാർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ വേനൽക്കാലം വരുമ്പോഴത്തേക്കും ഈ കല്ലുപ്പ് കൊത്തി മൂടിയെല്ലാം കഴിഞ്ഞിട്ട് കല്ലുപ്പ് വിതറി കൊടുക്കും. കൃഷികൾ ചെയ്യുമ്പോൾ നമ്മൾ ദീർഘവീക്ഷണത്തോടെ നമ്മളെപ്പോഴും ചെയ്തിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചാൽ ഒന്നിച്ച് ആദായം കിട്ടും എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അതുപോലെ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ ഷെയ്ഡ് നെറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. അത് ആഴത്തിൽ കുഴിയെടുത്ത് നമ്മൾ വെച്ച കവുങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പൊതയിട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 നന കൊണ്ടൊക്കെ നിൽക്കും. കാരണം മണ്ണിൽ ഈർപ്പം നിൽക്കും. പ്രിയ കർഷക സുഹൃത്തുക്കളെ, നമ്മുടെ ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേനൽക്കാലത്ത് സസ്യങ്ങളെ, നമ്മുടെ ചെടികളെ എങ്ങനെ സംരക്ഷിക്കണം, അതിൻ്റെ പരിഹാരം എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ പറ്റിയൊക്കെയാണ്. നമുക്കറിയാം, ചൂട് കൂടി വരികയാണ്. ഇപ്പോൾ മാർച്ച് 1 ഇനിയുള്ള ഏപ്രിൽ മെയ് പകുതി വരെ നല്ല കഠിനമായ ചൂടാണ്. അപ്പം നമ്മുടെ സസ്യങ്ങൾക്ക് അതിന് ശരിയായ സംരക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകാം, അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞു പോകും. ചിലപ്പോൾ കവുങ്ങ് പോലുള്ള ചെടികളൊക്കെ ആണെങ്കിൽ മണ്ട തേമ്പി വരും. കാരണം നനച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെടി നനയ്ക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ജലം കിട്ടാതെ വരുമ്പോൾ അതിന് അതിൻ്റേതായ വളർച്ചക്കുറവെല്ലാം ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊരു കവുങ്ങിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നമ്മൾ കവുങ്ങ് എല്ലാ വർഷവും നനച്ചുകൊണ്ടിരിക്കുന്നൊരു കവുങ്ങ് ഒരു വർഷം നമുക്ക് നനയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ മിക്കവാറും ആ കവുങ്ങ് പിന്നെ നമ്മൾ അതിൻ്റെ ഫലത്തിലേക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും. അത് നന്നാക്കി കൊണ്ടുവരാൻ വലിയ പണിയായിരിക്കും. അതിലും നല്ലത് ചില സമയത്ത് നമ്മൾ പറയാറുണ്ട്, അത് മുറിച്ച് മാറ്റിയിട്ട് 3 വർഷം കൊണ്ട് കുലയ്ക്കുന്ന പുതിയ കവുങ്ങ് വെച്ച് കൊണ്ടുവരുന്നതായിരിക്കും അതൊരു നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജലസേചനം നിർത്തി കഴിയുമ്പോഴത്തേക്കും അതിന് പെട്ടെന്ന് അതിൻ്റെ വളർച്ച അവിടെ നിന്ന് പോകും. അപ്പം ചൂട് താങ്ങാനാവാതെ അത് ഉണങ്ങാനും മണ്ട കുരുകി വരാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും നന പ്രധാനപ്പെട്ട കാര്യമാണ്. കവുങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആഴ്ചയിൽ മിനിമം ഒരു 3 ദിവസമെങ്കിലും നന കൊടുക്കണം. അത് ആഴത്തിൽ കുഴിയെടുത്ത് നമ്മൾ വെച്ച കവുങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പൊതയിട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 നന കൊണ്ടൊക്കെ നിൽക്കും. കാരണം മണ്ണിൽ ഈർപ്പം നിൽക്കും. ഈ ചില ആൾക്കാരൊക്കെ വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ കവുങ്ങ് മേലെ വെക്കും, അതിൻ്റെ തണ്ട് മറിക്കുകയൊക്കെ ചെയ്യും. അവിടെയൊക്കെ ജലസേചനം നല്ല രീതിയിൽ കൊടുക്കണം. ജലസേചനം നമ്മൾ പല രീതിയിൽ ചെയ്യാറുണ്ട്. സ്പ്രിംഗ്ലർ, ധാരാളം വെള്ളം ഉണ്ടെങ്കിൽ സ്പ്രിംഗ്ലർ കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പം മൊത്തത്തിൽ നമ്മുടെ ഭൂമി നനയും. ഇപ്പം നമ്മളൊക്കെ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, സ്പ്രിംഗ്ലർ സംവിധാനത്തിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ, തുള്ളി നന രീതി, അതിന് ഗവൺമെൻറ് നമുക്ക് പകുതി സബ്സിഡിയൊക്കെ കൊടുക്കുന്നുണ്ട് ഇപ്പം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അവലംബിക്കാം. അത് വെള്ളം കുറവുള്ള സമയത്ത് നമുക്ക് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ അളവിൽ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അത് ഫെർട്ടിഗേഷൻ സംവിധാനത്തിലൂടെ ആണെങ്കിൽ നമുക്ക് വളങ്ങൾ വരെ നമുക്ക് അതിനകത്തൂടെ കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ജലസേചനം ക്രമീകരിക്കാൻ പറ്റും. അപ്പം നിർബന്ധമായിട്ടും നമ്മൾ ഇതിനൊക്കെ ജലസേചനം കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അതിന് ബദൽ മാർഗ്ഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. കവുങ്ങിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ തെക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ചെരിവുള്ള പ്രദേശങ്ങളിൽ കവുങ്ങ് വെച്ചാൽ ചൂട് കൂടുതൽ പിടിക്കും. അപ്പം നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ, വേനൽക്കാലം വരുന്ന സമയത്ത് നമ്മൾ അതിന് ചൂടിൽ പൊതയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡിൽ ഈ തടിക്ക് നമ്മൾ കാണാൻ ഇതുണ്ടോ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളിൽ നമ്മൾ ഈ പടിഞ്ഞാറിന് വരുന്ന ഭാഗത്ത് നമ്മൾ ചുണ്ണാമ്പ് തേച്ച് കൊടുക്കുക. കക്ക നീറ്റിക്കൊണ്ട് ചുണ്ണാമ്പാക്കി അത് നീറ്റി അതിന് തേച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ചൂടിനെ അത് ആഗിരണം ചെയ്യാതെ അത് പുറന്തള്ളും. അങ്ങനെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊത വെച്ച് കൊടുക്കാം. കവുങ്ങാണെങ്കിൽ കവുങ്ങിൻ്റെ തഴങ്ങെടുത്തിട്ട് കെട്ടി വെച്ച് കൊടുത്താലും അത് ചൂട് കുറച്ച് കുറയും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ സംവിധാനത്തിൽ ഷെയ്ഡ് നെറ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ പറ്റും. അതാണ് കവുങ്ങിനെ പറ്റി പറയാനുള്ളത്. പരമാവധി നമ്മൾ ആഴത്ത് കുഴിയെടുത്ത് ചെയ്യുക. ഇപ്പോൾ ഈ കവുങ്ങ് വെച്ചിരിക്കുന്നതിനകത്താണെങ്കിൽ കാണാൻ നിങ്ങൾക്ക് വളർച്ച കുറച്ച് കുറവാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു വർഷം കുറച്ച് നന കുറഞ്ഞു പോയി. കൂടാതെ ഈ സൈഡിൽ മരങ്ങളുള്ളത് കാരണം അതിൻ്റേതായ ഒരു വളർച്ച കുറവ് വന്നു. പക്ഷെ നല്ല സൂര്യപ്രകാശം അടിക്കുന്ന സ്ഥലമാകുമ്പോൾ അവിടെ നല്ല മെച്ചമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഈ ഭാഗത്ത് നല്ല സൂര്യപ്രകാശം അടിക്കുന്നത് കണ്ടോ, കവുങ്ങിന് നല്ല വളർച്ചയാണ്.
പക്ഷേ അതേ അപ്പുറത്തെ ഷെയ്ഡുള്ള ഭാഗത്ത് വളർച്ച കുറവാണ്. ചില ആൾക്കാർ പറയും നമ്മൾ വെച്ചിട്ട് കവുങ്ങ് വെച്ചിട്ട് ഈ 15 വർഷമായി അതിൻ്റെ ഇടയിൽ കവുങ്ങ് വെച്ചാൽ ശരിയാകും, അല്ല തെങ്ങിനിടയ്ക്ക് വെക്കാം. ഒരിക്കലും അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. തെങ്ങെല്ലാം ശരിയായ രീതിയിൽ നല്ല ഒരു 10-30 വർഷമായി തെങ്ങിനകത്ത് കവുങ്ങ് വെച്ചിട്ട് കാര്യമുള്ളൂ. കൃഷികൾ ചെയ്യുമ്പോൾ നമ്മൾ ദീർഘവീക്ഷണത്തോടെ നമ്മളെപ്പോഴും ചെയ്തിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വെച്ചാൽ ഒന്നിച്ച് ആദായം കിട്ടും എന്നുള്ള ധാരണ ആർക്കും വേണ്ട. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു വന്നത് നമ്മൾ ചൂട് ക്രമീകരിക്കുന്നതിനെ പറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മൾ പ്ലാവിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചൂട് കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മളത്. അത് മാത്രമല്ല, ഞങ്ങളിത് ബെഡ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ബെഡ് കൂട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്ലാവിൻ്റെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലാവുകളൊക്കെ വെച്ച് വിടാം. അതുപോലെ തന്നെ നമുക്ക് ചൂട് ക്രമീകരിക്കാൻ ഇടയ്ക്ക് വാഴ കൃഷി ചെയ്യാം. വാഴ കൃഷി ചെയ്യുമ്പം അതിന് ഷെയ്ഡ് കിട്ടും, കുറേ തണുപ്പും കിട്ടും. പിന്നെ അതിൻ്റെ ഇടവിള കൃഷി പലതും ചെയ്യാം. നമുക്ക് ജാതി ചെയ്യാം, പിന്നെ കൊക്കോ ചെയ്യാം, കാപ്പി ചെയ്യാം. ഇങ്ങനെയുള്ള ഇടവിള കൃഷികളൊക്കെ ചെയ്യുമ്പം കുറച്ച് ഭൂമിയിൽ തണുപ്പ് കൂടുതൽ കിട്ടും. നമുക്കറിയാം, നമ്മൾ നല്ല വേദനയുള്ള സമയത്ത് നമ്മുടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് കഴിയുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് നിറയെ നമ്മൾ മറ്റുള്ളവരും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ, വളർച്ചയെ ബാധിക്കാത്ത രീതിയിലുള്ള നമ്മൾ കൃഷി ചെയ്യുമ്പം ഈ ഭൂമിയിൽ സൂര്യപ്രകാശം അടിക്കാതിരിക്കുകയും അപ്പോൾ ആ ഭൂമിയിൽ ഈർപ്പം എപ്പോഴും നിലനിന്ന് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നതാണ് കവുങ്ങിനെ പറ്റി പറയാനുള്ളത്. അത് നനയ്ക്കുന്ന തെങ്ങും നനയ്ക്കാത്ത തെങ്ങും നമ്മുടെ വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളം വീഴുന്ന തെങ്ങാണ്, നല്ലോണം വെള്ളം വീഴുന്ന തെങ്ങാണ്. അതുകൊണ്ട് അതിന് നല്ല ഉൽപ്പാദനമാണ്. പക്ഷെ വെള്ളം കുറവുള്ള തെങ്ങിന് ഉൽപ്പാദനം കുറവാണ്. അതാണ് ജലസേചനവും ഇല്ലാത്ത കൃഷി നമ്മളുടെ വ്യത്യാസം. കൂടാണ്ട് നമുക്കറിയാം, ഈ തെങ്ങ്, കവുങ്ങ് മുതലായ കൃഷിക്കൊക്കെ നമ്മൾ ഈ ചുവട്ടിൽ മണ്ണ് വീണുകൊണ്ടിരിക്കുമ്പോൾ അതിന് വളർച്ച കൂടുതലും ഉൽപ്പാദനം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. മണ്ണ് വീഴുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പം കർണാടക സ്റ്റേറ്റിലൊക്കെ അവരെല്ലാം കൂടുതൽ 2-3 വർഷം കൂടുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ മണ്ണിട്ട് കൊടുക്കും. അതിൻ്റേതായ വളർച്ച അതിന് കൂടുതലും ഉൽപ്പാദനക്ഷമത കൂടുതലുണ്ടാകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ വളർച്ച കൂടുതൽ കിട്ടും. ജലസേചനം പ്രധാനമാണ്, തടവെടുത്ത് നമ്മൾ ചെയ്യുക. പിന്നെ തെങ്ങിനൊക്കെ നമ്മൾ സാധാരണ പഴയ പഴമക്കാർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ വേനൽക്കാലം വരുമ്പോഴത്തേക്കും ഈ കല്ലുപ്പ് കൊത്തി മൂടിയെല്ലാം കഴിഞ്ഞിട്ട് കല്ലുപ്പ് വിതറി കൊടുക്കും. അങ്ങനെ കല്ലുപ്പ് വിതറി കൊടുക്കുന്ന സമയത്ത് അതിന് മണ്ണിന് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അതുപോലെ ഈ കൊത്തി മൂടുന്ന നമ്മൾ മഴ മാറി വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ ചൂടെല്ലാം കുത്തി ഇളക്കി നല്ല ക്ലിയറായിട്ട് നമ്മൾ കുത്തി ഇളക്കിയിട്ട് ഇടുന്ന അതും തണുപ്പ് നിൽക്കാൻ നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട്. കുരുമുളകിന് ചെയ്യുന്നുണ്ട്, പിന്നെ കവുങ്ങ്. പിന്നെ നമ്മൾ ഏത് പച്ചക്കറി കൃഷിയാണേലും നമ്മൾ ജലസേചനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തക്കാളി ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറികൾക്കും വൈകുന്നേരം ജലസേചനം നടത്തുന്നത് നല്ലത്. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്ക് ശേഷം നമ്മുടെ ചൂടെല്ലാം കുറയുന്ന സമയത്ത് അത് കൂടുതൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന അളവിൽ തന്നെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കൊടുത്താലും മതി. തക്കാളിക്ക് മാത്രം എപ്പോഴും രാവിലെ നനയ്ക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാരണം അതിൽ ഫംഗസ് ബാധ കൂടുതൽ ഏൽക്കുന്നത് കൊണ്ട് പറയും ചില ആൾക്കാരൊക്കെ തക്കാളി തൈ കൊണ്ടുപോയിട്ട് പറയും അത് പെട്ടെന്ന് മുരടിപ്പ് വന്ന് പോയി, അല്ല വാടിപ്പോയി. തലേദിവസം നല്ലതായിരുന്നു, പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കും അത് വാടി, അത് പെട്ടെന്ന് പോകും ചെടി. അപ്പോൾ അതിന് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ജലസേചനം രാവിലെയാക്കുക തക്കാളിക്ക്. അതിന് പച്ചക്കറിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുമ്മായ മണ്ണിൽ വെതറി നമ്മൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ രോഗങ്ങളെ കുറയാൻ വേണ്ടി. അപ്പോൾ പച്ചക്കറിക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ജലസേചനം എല്ലാ ദിവസവും തന്നെ വേണ്ടതാണ് പച്ചക്കറികൾ. അതിന് വാഴ ഏറ്റവും കൂടുതൽ ജലസേചനം ചെയ്യേണ്ട ഒരു കൃഷിയാണ് വാഴ. വാഴയ്ക്ക് ഡെയിലി തന്നെ വെള്ളം കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. നല്ല നീർവാഴ്ചയൊക്കെ കൂടുതലുള്ള ഭാഗങ്ങളിൽ ഡെയിലിന് കൊടുക്കുക, അല്ലാത്ത ഭാഗങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോഴൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ വാഴക്കൃഷിക്കും ഈ ഏറ്റവും കൂടുതൽ വെള്ളം വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ക്ഷീണിച്ചു പോവും, നമ്മുടെ ഉൽപ്പാദനത്തെ ബാധിക്കും. നമുക്ക് അറിയാം, ഈ നെൽകൃഷിയും നേന്ത്രവാഴ കൃഷിയിലും കറക്റ്റ് സമയത്ത് വളപ്രയോഗം ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ പഴമക്കാർ പറയാറുണ്ട്, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് പറയുന്ന കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം മുതലേ അതിൻ്റെ കറക്റ്റ് സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക വളങ്ങൾ, എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉൽപ്പാദനം കിട്ടുള്ളൂ. ചില ആൾക്കാർ വേഗം ഒന്ന് മെല്ലെ കൊടുത്താൽ മതി, മാസമില്ല 2 മാസം കൂടുമ്പോൾ കുറച്ച്, പക്ഷേ അതിൻ്റേതായ വ്യത്യാസം വരും. അപ്പം കറക്റ്റ് സമയത്ത് ഇതിനൊക്കെ വളപ്രയോഗം ചെയ്യുക, ജലസേചനം. അതിനിപ്പം ഈ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഈ വാഴയ്ക്കും
ഇപ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷനാണ്. അവർ ഫുള്ള് ഫെർട്ടിഗേഷൻ സംവിധാനത്തിലൂടെയാണ് ജലസേചനം ചെയ്യുന്നത്. അവിടെയൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ പോലെ ഒരു 100, 200, 1000 വാഴയില്ല. ഒരു തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ 5000, 10000 അങ്ങനെ 20000 അങ്ങനെയുള്ള തോട്ടങ്ങളാണ്. അത് കംപ്ലീറ്റ് മെഷീനറി ഉപയോഗിച്ചാണ് അവരെല്ലാം ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ കായ്ക്കൊക്കെ തീരെ വിലക്കുറവാണ് എങ്കിലും അവർക്ക് അത് ലാഭകരമാണ്. കാരണം ഉൽപ്പാദന ചെലവ് കുറവാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉൽപ്പാദന ചെലവ് കൂടുതലാണ്. കാരണം നമ്മുടെ ഈ ഭൂപ്രകൃതി അനുസരിച്ചും മണ്ണിൻ്റെ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഇവിടെ മെഷീനറികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉൽപ്പാദന ചെലവ് കൂടുന്നത്. അപ്പോൾ നമ്മൾ കൃഷി ലാഭകരമാക്കാൻ നമുക്ക് കൃത്യമായിട്ട് വാഴയ്ക്കൊക്കെ കൃത്യമായിട്ട് വളപ്രയോഗം ചെയ്യുക, നല്ല ജലസേചനം ചെയ്യുക. അപ്പോൾ അത് നല്ല ഉൽപ്പാദനം കിട്ടുന്നതായിരിക്കും. നമ്മൾ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മണ്ണ് ഇതിൻ്റെ ഒന്നും ചുവടുകൾ കിളയ്ക്കാൻ പാടില്ല. അത് വേരിനെ പെട്ടെന്ന് ബാധിക്കും. അത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുത്തിക്കളയൊക്കെ നടത്തി കഴിഞ്ഞാൽ കുരുമുളകിനൊക്കെയാണ് പെട്ടെന്ന് അതിനെ ബാധിക്കുകയും ചെയ്യും, അത് ഉണങ്ങിപ്പോവുകയും ചെയ്യും. നമ്മൾ നനയ്ക്കാത്ത തൈകൾക്ക് അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾക്ക് നമ്മൾ ഈ വേനൽക്കാലത്ത് വളങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓർഗാനിക് അല്ലാത്ത വളങ്ങൾ, രാസവളങ്ങളൊക്കെ ഉപയോഗിച്ചാൽ പെട്ടെന്ന് അത് ചിലപ്പോൾ ചെടി ഉണങ്ങിപ്പോകാനും കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നനയ്ക്കുന്ന ചെടികൾക്ക്, തൈകൾക്ക് മാത്രമേ വളങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. അത് പരമാവധി നമ്മൾ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ച് കൊണ്ടുവരികയാണ്. അത്രയും നമ്മുടെ മണ്ണിൻ്റെ ഘടന നന്നായി വരും. നമുക്കറിയാം, നമ്മൾ ഇന്നിപ്പം നമ്മുടെ മണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിരകൾ കാണാനില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ രാസവളങ്ങൾ കഠിനമായി അമിതമായി ഉപയോഗിച്ച് ഉൽപ്പാദനം ആദ്യം ഇത് രാസവളം ഉപയോഗിക്കുമ്പോൾ ധാരാളം ഉൽപ്പാദനം കിട്ടും. അപ്പോൾ അത് കണ്ട് നമ്മൾ വീണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടുകയും മണ്ണിരകൾ നഷ്ടപ്പെടുകയും കാലക്രമേണ നമ്മുടെ ഉൽപ്പാദനക്ഷമത കുറഞ്ഞു വരികയും ചെയ്യും. അപ്പം നമുക്കറിയാം, ഒരു മണ്ണിര ഭൂമിയിലുണ്ടെങ്കിൽ മണ്ണിര എപ്പോഴും അതിൻ്റെ ഉള്ളിൽ താഴെ ഈ മണ്ണിൻ്റെ അടിയിൽ കൂടെ എപ്പോഴും നേരെ പോകത്തില്ല. അപ്പം അത് യു ആകൃതിയാണ്. ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് നേരെ ഇങ്ങനെ വരും. അപ്പോൾ യു ആകൃതിയാണ്. എപ്പോഴും വായു സഞ്ചാരം ഉണ്ടാകും. അതിൻ്റെ കാഷ്ടം നല്ല വളമാണ്. അപ്പോൾ അത് ഈ മണ്ണിര നഷ്ടപ്പെടാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ജൈവവളം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അപ്പം നമ്മൾ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുക. അപ്പം നമുക്ക് വേനൽക്കാലത്ത് നനയ്ക്കുന്ന തോട്ടങ്ങളിൽ നമുക്ക് വളങ്ങൾ ഉപയോഗിക്കാം, അല്ലാതെ ഉള്ള തോട്ടങ്ങൾ ഉപയോഗിക്കരുത്. ഇത്രയൊക്കെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. മഴ തുടങ്ങുന്ന സമയത്ത് നമ്മളിപ്പം കൃഷിക്ക് വളം ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അന്നേരം നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഈ പരിപാടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.